നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മെൻഡിങ് വാളിൻ്റെ സെക്കൻഡ് പാർട്ട് നോട്ട്സുമായിട്ടാണ്. അതായത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആക്ടിവിറ്റി 1ഉം 2ഉം ആണ്. അപ്പം എന്നും പറയുന്ന പോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് മെമ്പേഴ്സിനെ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും ഈ വീഡിയോസൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ്. അപ്പോൾ ഞാൻ തന്നെ വിചാരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി മനസ്സിലാവുന്നുണ്ടാവില്ലേ, അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാവുന്നില്ല എന്നൊക്കെ ചിന്തിക്കും. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ വീഡിയോ ഇടാൻ ഡിലേ ആവുകയും ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം തന്നെ +1നും +2നും ഒക്കെയുള്ള വീഡിയോസ് ഒരു ഡേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുമായിരുന്നു. പക്ഷേ വ്യൂസ് കുറയും തോറും എൻ്റെ ഒരു ഇൻസ്പിറേഷൻ കുറയുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇനി നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അതല്ലെങ്കിൽ അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ ചെയ്യാം. മെയിൽ ID ഞാൻ എപ്പോഴും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെയിൽ ചെയ്യണമെങ്കിൽ മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാലും എൻ്റെ മെയിൽ ID നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഡൗട്ട്സൊക്കെ ഞാൻ എല്ലാത്തിനും അന്നേരം തന്നെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, പാരഗ്രാഫ് റൈറ്റിംഗ്. Elaborate the idea in the following line in a paragraph. Good fences make good neighbors. അപ്പോൾ ഇതൊരു പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ള പ്രോവേർബ് നമ്മുടെ മെൻഡിങ് വോളിലെ ലാസ്റ്റ് ലൈൻസ് ആണത്. അപ്പം ആ പ്രോവേർബിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിലൂടെ പോയിട്ട് പറയുന്ന ഐഡിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട് എലാബറേറ്റ് ദ ഐഡിയ ഇൻ എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിൽ തന്നെ മാത്രമേ എഴുതാവൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കേസിൽ നിങ്ങൾ ആ ഒറ്റ പാരഗ്രാഫിൽ തന്നെ കാര്യങ്ങൾ എഴുതാവൂ. ഒരുപാട് പാരഗ്രാഫ്സ് ആയിട്ട് തിരിച്ചൊന്നും കാര്യങ്ങൾ എഴുതരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. Robert Frost's Mending Wall is a poem in which the poet explains about an ordinary incident of constructing or mending a wall and relates it to a universal thing, that is division between human beings. ഇപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയത്തിലൂടെ എന്താണ് പറയുന്നത്? പോയറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ഒരു ഓർഡിനറി ഇൻസിഡൻ്റ് ആണ് എബൌട്ട് കൺസ്ട്രക്റ്റിംഗ് ഓർ മെൻഡിങ് എ വാൾ. ഒരു വാൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ വാൾ നന്നാക്കുന്നു, അതിനെ പറ്റിയിട്ടാണ് പോയറ്റ് പറയുന്നത്. അതൊരു ഓർഡിനറി ഇൻസിഡൻ്റ് ആണ്. ആൻഡ് റിലേറ്റ്സ് ഇറ്റ് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 സെൻറ്റൻസ് ആക്കി എഴുതാം കേട്ടോ. അവിടെ വെച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇറ്റ് റിലേറ്റ്സ് ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇത് പോയം റിലേറ്റ്സ് ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പാടുള്ള വലിയ സെൻറ്റൻസുകൾ തിരിച്ച് 2ആയിട്ട് എഴുതുക. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വലിയ സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ പാടാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് എഴുതാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ആൻഡ് റിലേറ്റ്സ് ഇറ്റ് ടു ദ യൂണിവേഴ്സൽ തിങ്, ദാറ്റ് ഇസ് ഡിവിഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ വാളെന്നുള്ള ചെറിയൊരു കാര്യത്തിനെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഈ ലോകത്തിൽ എല്ലാവരിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതായത് എന്താണ്? ഡിവിഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ്. അപ്പം ഹ്യൂമൻ ബീങ്സ് തമ്മിലുള്ള ആ ഒരു ഡിവിഷൻ, ആ ഒരു വേർതിരിവുമായിട്ട് പോയിട്ട് ഇതിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. ത്രൂ ദ പ്രോവേർബ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, കോമയാണ്, Frost raises the question whether a wall is necessary to make good neighbors. So, good fences make good neighbors എന്നുള്ള ആ ഒരു പ്രോവേർബിലൂടെ ഫ്രോസ്റ്റ് റേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഒരു വാള് നല്ല നെയ്ബേഴ്സ് ആവാൻ ഒരു മതിൽ ആവശ്യമാണോ എന്നാണ്. ഫ്രോസ്റ്റ് റേസസ് ദ ക്വസ്റ്റ്യൻ വെദർ എ വാൾ ഇസ് നെസസറി ടു മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ദ പോയറ്റ് പ്രസൻസ് 2 കോൺട്രാസ്റ്റിംഗ് വ്യൂസ് ഇൻ ദ പോയം ത്രൂ 2 പേഴ്സൺസ്. 2 പേഴ്സണിലൂടെ ഒരു രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള, 2 വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ 2 വിരുദ്ധമായിട്ടുള്ള ഐഡിയാസാണ് പോയറ്റ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഏതൊക്കെ ഈ 2 പേഴ്സൺസ്? ഒന്ന് സ്പീക്കർ, അതായത് നമ്മുടെ പോയറ്റ് തന്നെയാണ് ഇവിടെ സ്പീക്കർ, ആൻഡ് ഹിസ് നെയ്ബർ, അതുപോലെ പോയറ്റിൻ്റെ നെയ്ബർ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഇതിലെ സ്പീക്കർ ആരാണ്? നമ്മുടെ എനി വുമൺ എന്നുള്ള പോയത്തിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സ്പീക്കർ ആരാണെന്ന്. ഇതിലും ചോദിക്കാം ഇതിലെ സ്പീക്കർ ആരാണെന്ന്. സ്പീക്കർ പോയറ്റ് തന്നെയാണ് കേട്ടോ.
The speaker is quite suspicious about the necessity of the wall between his and his neighbor's property. അപ്പോൾ തൻ്റെ പ്രോപ്പർട്ടിയും തൻ്റെ നെയ്ബറിൻ്റെ പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഇടയ്ക്ക് ഒരു വാൾ എന്തിനാണ് സസ്പീഷ്യസ് ആവുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു വാൾ എന്ന് പോയിട്ട് സംശയിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു പോയിറ്റ്, വാൾ ഇസ് നോട്ട് നെസസറി ബട്ട് the poet's neighbor holds the traditional view that good fences make good neighbors. പോയിറ്റിൻ്റെ അഭിപ്രായത്തിൽ വാൾ നെസസറി അല്ല. According to the poet, wall is not necessary, but the poet's neighbor holds the traditional view that good fences make good neighbors. പോയിറ്റിൻ്റെ അഭിപ്രായത്തിൽ വാളിൻ്റെ ആവശ്യമില്ല, പക്ഷേ പോയിറ്റിൻ്റെ നെയ്ബർ പഴയ ഒരു വ്യൂവും വെച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രഡീഷണൽ വ്യൂവും മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏതാണ്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല ഫെൻസസ് ആണ് നല്ല നെയ്ബേഴ്സിനെ സൃഷ്ടിക്കുന്നത്. ഇൻവെർട്ടഡ് കോമാസിൽ കൊടുക്കണം. ഫെൻസസ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഫെൻസസ് അല്ലെങ്കിൽ മതിലുകൾ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് പ്രൊമോട്ട്സ് ഹാർമണി ആൻഡ് പ്രൈവസി ഇൻ ദ റിലേഷൻഷിപ്സ്. അപ്പോൾ മതിലുകൾ ബന്ധങ്ങളിൽ ഹാർമണി അല്ലെങ്കിൽ ഒത്തൊരുമയും അതുപോലെ പ്രൈവസിയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ സേഫ് റിലേഷൻസ്. അതിനോടൊപ്പം തന്നെ സേഫ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. Through this poem, the poet directly says that fences is not necessary, but poet indirectly support fences through the words of neighbor. ഈ പോയത്തിലൂടെ പോയിട്ട് പറയുന്നത് എന്താണ്? പോയറ്റ് ഡയറക്റ്റായിട്ട് ഫെൻസസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പോയറ്റ് ഡയറക്ട്ലി സേസ് ദാറ്റ് ഫെൻസസ് ഇസ് നോട്ട് നെസസറി. വേലികൾ ആവശ്യമില്ല എന്ന് ഡയറക്റ്റായിട്ട് പറയുന്നു. ബട്ട് ദ പോയറ്റ് ഇൻഡയറക്ട്ലി സപ്പോർട്ട് ഫെൻസസ്. എന്നാൽ ഇൻഡയറക്റ്റായിട്ട് വേലികളെ സപ്പോർട്ട് ചെയ്യുന്നു ത്രൂ ദ വേർഡ്സ് ഓഫ് നെയ്ബർ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സ്ട്രാ പോയിൻറ്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പോയത്തിൽ നിന്നുള്ള മറ്റ് ലൈൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഈ പോയത്തിനെ പറ്റിയിട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പക്ഷേ എല്ലാം ഒറ്റ പാരഗ്രാഫിനുള്ളിൽ ഒതുക്കണം, പാരഗ്രാഫ് ഡിവിഷൻ പാടില്ല. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 ആണ്. ആക്ടിവിറ്റി 2 ഒരു അപ്രീസിയേഷനാണ്. ഡിസ്കസ് ദ ഫോളോയിങ്: ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം, symbolic significance of wall in the poem, poetic devices employed by the poet, language, structure. Now prepare a note of appreciation of the poem Mending Wall. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? സെൻട്രൽ ഐഡിയ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, സിംബോളിക് സിഗ്നിഫിക്കൻസ്, വാളിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണോ അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, പോയറ്റിക് ഡിവൈസസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്, ലാംഗ്വേജിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഏത് ലാംഗ്വേജാണ് അല്ലെങ്കിൽ എങ്ങനത്തെ ലാംഗ്വേജിലാണ് പോയറ്റ് എഴുതിയിരിക്കുന്നത്, പോയറ്റിൻ്റെ ലാംഗ്വേജ് ഏതാണ്, പോയറ്റ് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അങ്ങനെയുള്ള ഭാഷയല്ല, ആ ഒരു ഭാഷയുടെ പ്രാധാന്യമാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു പോയറ്റിക് ലാംഗ്വേജിൻ്റെ പ്രാധാന്യമാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ പോയത്തിൻ്റെ സ്ട്രക്ചറാണ്, അതിൽ നിങ്ങൾക്ക് റൈമിംഗ് സ്കീമും കാര്യങ്ങളും ഒക്കെ എഴുതാം. ദെൻ ഇതെല്ലാം വെച്ചിട്ട് ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോയറ്റിക് ഡിവൈസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ അപ്ലോഡ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു പോയറ്റിക് ഡിവൈസസ് കാണാതെ പഠിക്കാനല്ല, പക്ഷേ അപ്രീസിയേഷനിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് പോയറ്റിക് ഡിവൈസസിൻ്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, അത് ചേർത്തിട്ട് തന്നെ വേണം അപ്രീസിയേഷൻ എഴുതാൻ. അതുപോലെ ഏത് അപ്രീസിയേഷൻ എഴുതുമ്പോഴും, പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ തീർച്ചയായിട്ടും പോയറ്റിക് ഡിവൈസസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. നമുക്ക് ഈ അപ്രീസിയേഷൻ വളരെ എളുപ്പം എഴുതാൻ പറ്റും. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓരോ പോയത്തിൻ്റെയും സമ്മറി നിങ്ങൾ മാക്സിമം എഴുതാൻ ശ്രദ്ധിക്കണമെന്ന്. ഓരോ പോയത്തിൻ്റെ മാത്രമല്ല, ഓരോ ലെസണിൻ്റെയും സമ്മറി നിങ്ങൾ മാക്സിമം എഴുതാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് ഈ ഒരു കേസിൽ. നമ്മുടെ ടെക്സ്റ്റിൽ 4 പോയംസ്, 5 പോയംസാണ്, 5 പോയംസേ ഉള്ളൂ. ആ 5 പോയംസിൻ്റെയും സമ്മറി നിങ്ങൾ എഴുതി വെക്കുക. വളരെ പ്രയോജനപ്പെടും നിങ്ങൾക്ക്. പോയറ്റിക് ഡിവൈസസിനെ പറ്റിയിട്ടും അതിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണെന്നും എന്തെങ്കിലും സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ടോയെന്നും റൈറ്ററിനെ പറ്റിയിട്ടുമൊക്കെ ഷോർട്ടായിട്ട് ഇൻട്രൊഡക്ഷൻ എഴുതി സമ്മറി എഴുതി സൂക്ഷിക്കുമ്പോൾ എക്സാം എടുത്ത് നിങ്ങൾക്ക് അതെടുത്ത് വെച്ച് വായിച്ചാൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് കൺഫ്യൂഷൻ ഒഴിവാക്കുകയും ചെയ്യാം. സമ്മറി എഴുതുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ എഴുതേണ്ട കാര്യം ഈ പോയത്തിലെ സെൻട്രൽ ഐഡിയ എന്താണ്, ഈ പോയത്തിലൂടെ പോയറ്റ് പറയുന്ന ഐഡിയ എന്താണ്, പിന്നെ എന്തെങ്കിലും സിംബോളിക് സിഗ്നിഫിക്കൻസ് ഈ പോയത്തിന് ഉണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിനെയാണോ ഈ പോയത്തിലൂടെ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ദെൻ ഏതെങ്കിലും പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയറ്റിക് ഡിവൈസസ് മസ്റ്റായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. അതുപോലെ പോയറ്റിൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണ്, പോയറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പം ഇതൊക്കെ നിങ്ങൾ ഓരോ പോയം പഠിച്ചു കഴിയുമ്പോഴും ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എക്സാം ആകുമ്പോൾ ഇതെടുത്ത് വെച്ച് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അപ്രീസിയേഷൻ താനേ എഴുതാൻ
പറ്റും. പിന്നെ പോയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോഡ്സ് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അതും നിങ്ങൾക്ക് പോയത്തിൻ്റെ അപ്രീസിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ തന്നെ ഓരോ പോയത്തിൻ്റെയും സമ്മറി എഴുതി ശീലിക്കുക. അത് എഴുതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കുക. അത് നിങ്ങൾക്ക് എക്സാമിന് പ്രയോജനപ്പെടും. നൗ ആൻസർ ഓഫ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ is the central idea of the poem. ഈ പോയത്തിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണ്? Mending Wall by Robert Frost is a narrative about two neighbors who meet every spring to repair the stone wall that divides their property. അപ്പോൾ മെൻഡിങ് വാളിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണ്? രണ്ട് പോയറ്റ്സിൻ്റെ അല്ലെങ്കിൽ രണ്ട് നെയ്ബേഴ്സിൻ്റെ കഥയാണ്. ഓരോ സ്പ്രിങ്ങിലും അവർ വാൾ റിപ്പയർ ചെയ്യാനായിട്ട് വരുന്ന രണ്ട് നെയ്ബേഴ്സിൻ്റെ കഥയാണ് മെൻഡിങ് വാൾ. The central theme of this poem is whether it is wise to erect walls among human beings. ഇതിൻ്റെ സെൻട്രൽ തീം എന്താണ്? ഹ്യൂമൻ ബീങ്സിൻ്റെ ഇടയിൽ മതിലുകളുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മതിലുകൾ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ മതിലുകൾ ഉണ്ടാക്കുന്നത് നല്ലതാണോ ശരിയാണോ അതിനെ പറ്റിയിട്ടാണ് ഈ പോയം ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഈ പോയത്തിൻ്റെ സെൻട്രൽ ഐഡിയ ഓർ സെൻട്രൽ തീം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ വാൾ ഇൻ ദ പോയം. ഈ പോയത്തിലെ വാളിൻ്റെ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വാൾ എന്ന് പറയുന്നൊരു സിമ്പലാണ്. ആ സിമ്പലിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ പ്രാധാന്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രോസ്റ്റ് റേസസ് ദ ക്വസ്റ്റ്യൻ വെദർ എ വാൾ ഇസ് നെസസറി ടു മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഫ്രോസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നുണ്ട്. എന്താണ്? വാള് നല്ല നെയ്ബേഴ്സിനെ സൃഷ്ടിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണോ? ദ പോയറ്റ് പ്രസൻസ് ടു കോൺട്രാസ്റ്റിംഗ് വ്യൂസ് ഇൻ ദ പോയം. രണ്ട് കോൺട്രാസ്റ്റിംഗ് വ്യൂസ് ആണ് ഈ പോയത്തിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ്, രണ്ട് പേഴ്സൻ്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള രണ്ട് വ്യൂസ്, ഒന്ന് പോയിറ്റിൻ്റെയും ഒന്ന് സ്പീക്കറിൻ്റെയും. ആക്ച്വലി ഈ ലൈൻസൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്ട് ക്വസ്റ്റ്യൻസിലും അതുപോലെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിലൊക്കെ മെൻഷൻ ചെയ്ത ലൈൻസ് തന്നെയാണ്. അത് കൂട്ടിച്ചേർത്ത് പുതിയൊന്നും ഉണ്ടാക്കിയിരിക്കുന്നതേ ഉള്ളൂ. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗ്ഗം. കാരണം ഷോർട്ട് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അത് വെച്ചിട്ട് എസ്സേയോ അപ്രീസിയേഷനോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നൗ the speaker is quite suspicious about the necessity of the wall between his and his neighbor's property. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടികൾ തമ്മിൽ ഒരു വാൾ വേണോ എന്ന് പോയിറ്റിന് സംശയമുണ്ട്. According to the poet, wall is not necessary, but poet's neighbor holds a traditional view that good fences make good neighbors. അപ്പം പോയിറ്റിൻ്റെ അഭിപ്രായത്തിൽ വാൾ ആവശ്യമില്ല, എന്നാൽ പോയിറ്റിൻ്റെ നെയ്ബർ ട്രഡീഷണൽ വ്യൂ ആണ് എപ്പോഴും പറയുന്നത്, നല്ല വേലികൾ നല്ല ആൾക്കാരെ സൃഷ്ടിക്കുന്നു. സിംബോളിക്കലി വാൾ മീൻസ് സേഫ് ഡിസ്റ്റൻസ് വൺ മസ്റ്റ് കീപ്പ് ഇൻ റിലേഷൻസ്. സിംബോളിക്കലി വാൾ എന്നുള്ളത് എന്താണ് മീൻ ചെയ്യുന്നത്? സേഫ് ഡിസ്റ്റൻസ് ആണ്, നമ്മൾ റിലേഷനിൽ കീപ്പ് ചെയ്യേണ്ട സേഫ് ഡിസ്റ്റൻസ് ആണ്. വാൾ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ്. വാൾ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് പ്രൊമോട്ട്സ് ഹാർമണി ആൻഡ് പ്രൈവസി ഇൻ ദ റിലേഷൻഷിപ്സ് ആൻഡ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ സേഫ് റിലേഷൻസ്. ഹാർമണിയും പ്രൈവസിയും ഒക്കെ റിലേഷൻഷിപ്സിൽ കൊണ്ടുവരുന്നു. ഐക്യവും അതുപോലെ തന്നെ ഓരോ റിലേഷൻഷിപ്പിനും ഒരു പ്രൈവസി വേണം അല്ലേ? ഓരോ വ്യക്തികൾക്കും പ്രൈവസി വേണം, അവർക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് വേണം. അതിൽ മറ്റൊരാൾ ഇടപെടാൻ പാടില്ല. എത്ര നല്ല റിലേറ്റീവ്സ് ആണെന്ന് പറഞ്ഞാലും അല്ലേ, എത്ര രക്തബന്ധമാണെന്ന് പറഞ്ഞാലും ഒരാളുടെ സ്വകാര്യതയിൽ മറ്റൊരാൾ ഇടപെടാൻ പാടില്ല. അതിൻ്റെ ആവശ്യം വരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ല. So wall helps to maintain good relationship. It promotes harmony and privacy in the relationships and helps to maintain safe relations. Though this poem directly says that wall is not necessary, but the poet indirectly supports fences through the words of neighbor. ഈ പോയം ഡയറക്റ്റ്ലി വാളിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും പോയറ്റ് ഇൻഡയറക്റ്റ്ലി നെയ്ബറിൻ്റെ വേർഡ്സിലൂടെ വാളുകൾ വേണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇതാണ് ഈ പോയത്തിൻ്റെ സിംബോളിക് സിഗ്നിഫിക്കൻസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് പോയറ്റിക് ഡിവൈസസ് എംപ്ലോയിഡ് ബൈ ദ പോയറ്റ്. ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്തത്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ ഏതൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. ആ വീഡിയോയിൽ ഞാൻ ഓരോ പോയറ്റിക് ഡിവൈസസും എന്താണെന്നും ഇതിലെ എക്സാമ്പിൾസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക കേട്ടോ. സോ പോയറ്റിക് ഡിവൈസസ് ഈ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് അസൊണൻസ്, മെറ്റഫർ, എൻജാമെൻറ്റ്, സിമിലി, അലിട്രേഷൻ, പേഴ്സോണിഫിക്കേഷൻ, സിമ്പിൾസ് ആൻഡ് ഇമേജസ്. നിങ്ങൾക്കറിയാം അസൊണൻസ് ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്. ഇത് രണ്ടും ഏകദേശം ഒരേപോലത്തതാണ്. വവൽ സൗണ്ടും കോൺസണൻറ്റ് സൗണ്ടും, അതാണ് ഡിഫറൻസ്. അസൊണൻസ് എന്ന് പറയുമ്പോൾ വവൽ സൗണ്ട്സും അലിട്രേഷൻ എന്ന് പറയുമ്പോൾ കോൺസണൻറ്റ് സൗണ്ട്സും റിപ്പീറ്റ് ചെയ്ത് ഒരു സെയിം ലൈനിൽ വരുന്നു. ഓക്കെ, മെറ്റഫറും സിമിലിയും, മെറ്റഫർ എന്ന് പറയുമ്പോൾ ലൈക്കോ ആസോ ചേർക്കാതെ കമ്പയർ ചെയ്യുന്നു, സിമിലിയിൽ ലൈക്കോ ആസും ചേർത്ത് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പോയറ്റ് ഈ കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഭാഷയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒരു കവി എപ്പോഴും കവിത എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെതായൊരു സ്റ്റൈൽ ഉണ്ടാവും അല്ലേ? ആ ഒരു സ്റ്റൈലിലായിരിക്കും എഴുതുന്നത്. സ്റ്റാമർ എന്നുള്ള പോയം എടുക്കുമ്പോൾ അതിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് പോയറ്റ് എഴുതിയിരിക്കുന്നത്. എനി വുമൺ എന്നുള്ള പോയം എടുക്കുമ്പോൾ അതിൽ മറ്റൊരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പം ഇതിൽ എങ്ങനെയാണ് പോയറ്റ് എഴുതിയിരിക്കുന്നത് നോക്കാം. ദ പോയറ്റ് യൂസസ് സിമ്പിൾ ലാംഗ്വേജ് ഓഫ് എവറി ഡേ കോൺവെർസേഷൻ ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്. പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ലാംഗ്വേജ് ആണ്, എവറി ഡേ കോൺവെർസേഷൻ. നമ്മൾ ദിവസം സംസാരിക്കുന്ന സിമ്പിൾ ഭാഷയിലാണ് പോയറ്റ് കവിത എഴുതിയിരിക്കുന്നത്. In the first reading, we feel that the poet is against walls, but deeper level reading proves that safe distance is necessary in any relationship. ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാവുന്നത് പോയറ്റ് വാളിന് എതിരാണ്. കാരണം പോയറ്റ് തന്നെ പറയുന്നുണ്ട്, എന്തിനാണ് ഈ വാളിൻ്റെ ആവശ്യം, ഈ മതിലുകളുടെ ആവശ്യം എന്തിനാണ്? എനിക്ക് ആപ്പിൾ മരങ്ങളും അവന് പൈൻ മരങ്ങളുമാണ്, പിന്നെ എന്തിന് ഈ വാളിൻ്റെ ആവശ്യമെന്ന് പോയറ്റ് ചോദിക്കുന്നു. പക്ഷേ ഡീപ്പർ ലെവൽ റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാവും സേഫ് ഡിസ്റ്റൻസ് വളരെ നെസസറിയാണ്. He uses ambiguous language, which is an important style of Frost. ഫ്രോസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ആംബിഗ്വസ് ലാംഗ്വേജ് ആണ്, കൺഫ്യൂസിങ് ലാംഗ്വേജ് ആണ്. അതായത് കുറേ വായിച്ചെങ്കിലേ അതിൻ്റെ കറക്റ്റ് അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. അർത്ഥം മനസ്സിലാക്കിയാലും നമുക്ക് സംശയം തോന്നും, ഇത് തന്നെയാണോ പോയറ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് പോയറ്റ് കവിത എഴുതിയിരിക്കുന്നത്. അത് ഫ്രോസ്റ്റിൻ്റെ പോയംസിൻ്റെ ഒരു സ്റ്റൈലാണ്. മനസ്സിലായില്ലേ? ഫ്രോസ്റ്റിൻ്റെ മിക്ക പോയംസും അങ്ങനെ തന്നെയാണ്. Usage of different poetic devices also helps to make his poem more attractive. അദ്ദേഹം ഒരുപാട് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതും ഈ പോയത്തിനെ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നു. Thus we can conclude that Frost is simple and complex, obvious and obscure. അതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഫ്രോസ്റ്റ് സിമ്പിളായിട്ടാണ് പോയം എഴുതുന്നത്, അതേസമയം ആ പോയം കോംപ്ലക്സ് ആണ്. വളരെ വ്യക്തമായിട്ടെന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്, എന്നാൽ അതിൽ വ്യക്തതയില്ല. അങ്ങനത്തെ ഒരു ലാംഗ്വേജാണ് ആരുടേത്? ഫ്രോസ്റ്റിൻ്റെ ലാംഗ്വേജ്. ഇതൊരു ക്രിട്ടിക്ക് പറഞ്ഞ വരിയാണ് കേട്ടോ. ഫ്രോസ്റ്റ് ഇസ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്, ഒബ്വിയസ് ആൻഡ് ഒബ്സ്ക്യൂർ. ക്രിട്ടിക്ക് ആരാണെന്ന് അറിയില്ല, ജസ്റ്റ് ഞാൻ അത് പേര് വിട്ടുപോയി. അപ്പം ഈ ഒരു ലൈൻ ഒരു ക്രിട്ടിക്ക് പറഞ്ഞതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. അടുത്തത് സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയത്തിലെ സ്ട്രക്ചർ എന്താണ്? റോബർട്ട് ഫ്രോസ്റ്റ് റോട്ട് മെൻഡിങ് വാൾ ഇൻ ബ്ലാങ്ക് വേഴ്സ്. സോ ബ്ലാങ്ക് വേഴ്സിലാണ് മെൻഡിങ് വാൾ എഴുതിയിരിക്കുന്നത്. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുമ്പോൾ അൺറൈംഡ് ഇയാമ്പിക് പെൻഡാമീറ്റർ ആണ്. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഇതൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ബ്ലാങ്ക് വേഴ്സിലാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. അത് ഇപ്പോൾ അലങ്കാരം, വൃത്തം അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഇംഗ്ലീഷിലുള്ള സംഭവമൊക്കെ തന്നെയാണ്. അപ്പോൾ അത് പറയണമെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടി വരും. ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. റൈമിംഗ് സ്കീം ഒന്നുമില്ല, ഒരു ഫ്രീ വേഴ്സിലാണ് അദ്ദേഹം എഴുതി പോയിരിക്കുന്നത്. ചില പോയിംസിൽ റൈമിംഗ് സ്കീം വരും, പക്ഷേ ഈ പോയത്തിൽ റൈമിംഗ് സ്കീം ഇല്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. നൗ പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം മെൻഡിങ് വാൾ. മെൻഡിങ് വാളിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മെൻഡിങ് വാളിൻ്റെ അപ്രീസിയേഷൻ എഴുതേണ്ടതെന്ന്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എനി വുമണിനകത്ത് അപ്രീസിയേഷൻ എഴുതേണ്ടത് എങ്ങനെയാണെന്ന്. അത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. നൗ ഈ പോയത്തിൻ്റെ അപ്രീസിയേഷൻ. Robert Lee Frost was an American poet who is known for his realistic depiction of rural life. ഇപ്പോൾ റോബർട്ട് ലീ ഫോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ റോബർട്ട് ലീ ഫോസ്റ്റ്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ പോയംസിലൂടെ റിയലിസ്റ്റിക് ഡെപ്പിക്ഷനാണ്, യാഥാർത്ഥ്യങ്ങളാണ്, റൂറൽ ലൈഫിൻ്റെ, ഗ്രാമീണ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് കോംപ്ലക്സ് സോഷ്യൽ ആൻഡ് ഫിലോസഫിക്കൽ തീംസ്, അതിനോടൊപ്പം തന്നെ സോഷ്യൽ ആൻഡ് കോംപ്ലക്സ് ഫിലോസഫിക്കൽ തീംസാണ് അദ്ദേഹം കവിതകളിലൂടെ പറയുന്നത്. സാമൂഹികമായിട്ടുള്ള എന്താണ് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള തീംസ്, എന്നാൽ അതെല്ലാം ഫിലോസഫിക്കലായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഹീ ഈസ് ദ ഓൺലി പോയറ്റ് ടു റിസീവ് 4 പുലിറ്റ്സർ പ്രൈസസ് ഫോർ പോയട്രി. അദ്ദേഹത്തിന് 4 തവണ പുലിറ്റ്സർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ആകെ ഒരു കവിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ, അത് റോബർട്ട് ഫ്രോസ്റ്റിനാണ്. മെൻഡിങ് വാൾ is a famous poem written by Frost in which the poet explains about an ordinary incident of constructing or mending a wall and relates it to the universal thing that is division between human beings. സോ ഈ പോയത്തിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓർഡിനറി ഇൻസിഡൻ്റ് ആണ്. അതായത് ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നു, പക്ഷേ അതൊരു യൂണിവേഴ്സൽ തിങ്ങിലേക്ക് അദ്ദേഹം റിലേറ്റ് ചെയ്യുന്നു. അതായത് മനുഷ്യർക്കിടയിലുള്ള ആ ഒരു ബാരിയർ അല്ലെങ്കിൽ ആ ഒരു മതിലിനെ പറ്റിയിട്ട്, മനുഷ്യർക്ക് ഇടയിലുള്ള ആ ഒരു വേർതിരിവിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നു. ഈ ലൈൻസൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യനിലൊക്കെ വന്നിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ലൈൻസ് തന്നെയാണ് കേട്ടോ. Now second paragraph. The poem begins
the poet begins the poem by saying that there is something nameless in nature which doesn't like wall. പോയറ്റ് എന്ത് പറഞ്ഞുകൊണ്ടാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ, ഈ നേച്ചറിൽ, ഈ പ്രകൃതിയിൽ മതിലുകൾ ഇഷ്ടമല്ലാത്ത എന്തോ ഒന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. എവറി ഇയർ അറ്റ് സ്പ്രിംഗ് ഇസ് എ മെൻഡിങ് സീസൺ. ഓരോ വർഷവും സ്പ്രിംഗ് എന്ന് പറയുന്നത് മെൻഡിങ് സീസണാണ്. മെൻഡിങ് സീസൺ എന്ന് പറയുമ്പോൾ എന്താണ്? നന്നാക്കുന്ന സീസൺ. ദ വാൾ ഇസ് ബ്രോക്കൺ ഇൻ മെനി പ്ലേസസ്. അപ്പോൾ ഈ വാള് പല പ്ലേസസിലും ബ്രോക്കൺ ചെയ്തിട്ടുണ്ട്. സോ ദ പോയറ്റ് മീറ്റ് ഹിസ് നെയ്ബർ ബിയോണ്ട് ദ ഹിൽ അറ്റ് സ്പ്രിംഗ് ഇൻ ഓർഡർ ടു ചൂസ് എ ഡേ ടു റിപ്പയർ ദ വാൾ. അതുകൊണ്ട് തന്നെ പോയറ്റ് നെയ്ബറിനെ കാണുന്നു. നെയ്ബറിൻ്റെ അടുത്ത് ഒരു ദിവസം നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു, ഈ വാള് റിപ്പയർ ചെയ്യാൻ. അങ്ങനെ അവർ മീറ്റ് ചെയ്യുന്നു, വാൾ റിപ്പയർ ചെയ്യുന്നു. ദ പോയറ്റ് പ്രസൻസ് ടു കോൺട്രാസ്റ്റിംഗ് വ്യൂസ് ഇൻ ദ പോയം ത്രൂ ടു പേഴ്സൺസ്, ദ സ്പീക്കർ ആൻഡ് ഹിസ് നെയ്ബർ. സോ ഇത്രയും ആയതോടുകൂടി അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ കിട്ടി. ഫസ്റ്റ് നമ്മൾ ഒരു അപ്രീസിയേഷൻ എഴുതുമ്പോൾ എപ്പോഴും റൈറ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ മസ്റ്റായിട്ടും എഴുതിയിരിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞ് പോയത്തിനെ പറ്റിയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പോയത്തിൻ്റെ സ്റ്റോറി ലൈൻ ഒരു പാരഗ്രാഫിലോ അല്ലെങ്കിൽ 4-5 സെൻറ്റൻസിലോ മെൻഷൻ ചെയ്യണം. അപ്പോൾ അത്രയും നമ്മൾ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സിംബോളിക് സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. The poet presents two contrasting views in poem through two persons. 2 പേഴ്സൺസിലൂടെ കോൺട്രാസ്റ്റിംഗ് വ്യൂ പറയാണ് പോയറ്റ്. ഫസ്റ്റ് വൺ ഇസ് ദ സ്പീക്കർ ആൻഡ് സെക്കൻഡ് വൺ is neighbor. The speaker is quite suspicious about the necessity of the wall between his and his neighbor's property. തൻ്റെയും നെയ്ബറിൻ്റെയും പ്രോപ്പർട്ടികൾക്കിടയിൽ ഒരു വാളിൻ്റെ ആവശ്യം എന്താണ് എന്നതിനെപ്പറ്റി പോയറ്റ് സംശയിക്കുന്നു. According to the poet, wall is not necessary, but the poet's neighbor holds the traditional view that good fences make good neighbors. അപ്പം വാളിൻ്റെ ആവശ്യമില്ല, പക്ഷേ പോയറ്റിൻ്റെ നെയ്ബർ ട്രഡീഷണൽ വ്യൂവും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. He believes that walls and fences are needed to make good neighbors. അദ്ദേഹം വിശ്വസിക്കുന്ന എന്താണ്? ഈ നെയ്ബർ വാൾസും ഫെൻസസും അത്യാവശ്യമാണ് നല്ല നെയ്ബേഴ്സിനെ സൃഷ്ടിക്കാനായിട്ട്. നല്ല അയൽക്കാരെ സൃഷ്ടിക്കാൻ മതിലുകളും വേലികളും ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പഴഞ്ചൻ ചിന്താഗതിയും കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നെയ്ബർ. Through different views of him and his neighbor, the poet indirectly states that a safe distance is needed in any relationship with or without walls. മതിലുകൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഏത് റിലേഷനിലും സേഫ് ഡിസ്റ്റൻസ് ആവശ്യമാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. ഓക്കെ, വെദർ ദർ ഇസ് വാൾ ഓർ നോട്ട് വാൾ, വിതൗട്ട് വാൾ, വാൾ ഉണ്ടെങ്കിലും വാൾ ഇല്ലെങ്കിലും. ഓക്കെ, ഒരു സേഫ് റിലേഷൻഷിപ്പ്, നമ്മുടെ സേഫ് ഡിസ്റ്റൻസ് നമ്മുടെ റിലേഷൻസിൽ ആവശ്യമാണ്. Through the proverb, good fences make good neighbors, Frost raises the question whether a wall is necessary to make good neighbors. ഈ പ്രോവർബിലൂടെ പോയറ്റ് ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യാണ്, വാളിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന്. ഓക്കെ, the poet uses simple language of everyday conversation to express his ideas. In the first reading, we feel that poet is against walls, but deeper level reading proves that wall is necessary because safe distance is necessary in any relationship. He uses ambiguous language, which is an important style of Frost. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതെല്ലാം കൂടി ഇതിലോട്ട് കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. Usage of different poetic devices also helps to make his poem more attractive. Through this, poem indirectly says that fences is not necessary, but the poet indirectly supports fences through the words of neighbor. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് പോയറ്റ് സപ്പോർട്ട് ചെയ്യുകയാണ് ഫെൻസസിനെ. റോബർട്ട് ഫ്രോസ്റ്റ് റോട്ട് മെൻഡിങ് വാൾ ഇൻ ബ്ലാങ്ക് വേഴ്സ്. സോ റോബർട്ട് ഫ്രോസ്റ്റ് കവിത എഴുതിയിരിക്കുന്നത് ബ്ലാങ്ക് വേഴ്സിലാണ്. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇയാംബിക് പെൻഡാമീറ്റർ, അൺറൈംഡ് ലൈൻസ് ഓഫ് ഇയാംബിക് പെൻഡാമീറ്റർ ആണ്. പോയറ്റ് യൂസസ് ഡിഫറെൻറ്റ് പോയറ്റിക് ഡിവൈസസ് such as assonance, alliteration, metaphors, simile, personification, etc. to make poem more attractive. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Thus we can conclude that Frost poem Mending Wall is a paradoxical poem. അതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഫ്രോസ്റ്റിൻ്റെ പോയമായ മെൻഡിങ് വാൾ ഒരു പാരഡോക്സിക്കൽ പോയമാണെന്ന്. 2 ഡിഫറെൻറ്റ് ഐഡിയാസ്, 2 ഓപ്പോസിറ്റ് ഐഡിയാസാണ് പറയുന്നത് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Though this poem directly says that fences is not necessary, but the poet indirectly supports fences through the words of neighbors. Okay, നമ്മൾ ഓൾറെഡി പലയിടത്തും റിപ്പീറ്റ് ചെയ്തതാണ്, അതൊന്നുകൂടി നമ്മൾ ഈ ഒരു ലാസ്റ്റ് സെൻറ്റൻസിൽ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. വേണ്ടെങ്കിൽ വേണ്ട, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ,
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും മെൻഡിങ് വാളിൻ്റെ ഈ ആക്ടിവിറ്റീസ് മനസ്സിലായെന്നും വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. ഹാപ്പി ലേണിംഗ്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.